അന്ന് പ്രതിമകളെ എറിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല പ്രതിമകളും എറിഞ്ഞിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി. ആരോ വന്നിട്ട് തകർക്കുന്നു എന്നുള്ളത്. അപ്പോൾ പ്രതിമകളൊക്കെ കൂടി അദ്ദേഹം എഴുതും. അപ്പം ഞാനും കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പ്രതിമകളൊക്കെ കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ഒരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കേരളം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഇങ്ങനെ പറയുകയാണ്, കേരളത്തിലുള്ള പ്രതിമകൾ, അതായത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ, ഗാന്ധിജിയുടെ പ്രതിമ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെളി അങ്ങോട്ട് തേച്ച് മൊത്തം. അപ്പോൾ സൈനൻ എന്നും പറഞ്ഞൊരുത്തൻ, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഞങ്ങളന്ന് ട്രക്കർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, തുറന്ന ജീപ്പ് പോലത്തെ സാധനം. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പോകും രാത്രി ഇരുന്ന്. പുള്ളി സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ മറ്റേ തീപ്പന്തം പോലെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. പുള്ളി ഉറങ്ങിയിട്ടില്ലെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഇരിപ്പുണ്ടാവും പുള്ളി. അങ്ങനെ അവിടെ പോയിട്ട് ഈ ചെളി അങ്ങോട്ട് മൊത്തം തേക്കണം. അപ്പോൾ കുറേ പരിപാടിക്ക് ലാസ്റ്റാണ് ഇത് തേക്കുന്നത്. അപ്പോൾ സൈനൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ കാണിക്കുന്ന ഒരുത്തനാണ്. അപ്പം മൊത്തം അത് കഴിഞ്ഞ് വൈകിട്ട് പരിപാടി ഉണ്ട്. ഞാൻ ചെളിയായിട്ട് ഞാൻ ആരും സ്വാമി വിവേകാനന്ദ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സെക്രട്ടറിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നത്. ഇതങ്ങോട്ട് തേച്ച് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സൈനന് സത്യം പറഞ്ഞാൽ ഒറ്റ ഷഡ്ഡി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു തേക്കണ മുറിയുണ്ട്. അവിടെ മോഹൻചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റാണ് പുള്ളി. ഇങ്ങനെ കാണിക്കുള്ളൂ. അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കണം, മേക്കപ്പ് ഇരിക്കേ. അത് എന്ത് മേക്കപ്പാണ് മറ്റത്? ഇത് പോരല്ലേ ചേട്ടാ, ആര് പറഞ്ഞു ഇത് മതി ഇപ്പോൾ? അങ്ങനെ കൺട്രോളുള്ള ഒരാളാണ്. എത്ര വർഷമുള്ള ആൾ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഏഷ്യാനെറ്റിൽ വർക്കുന്നത്. അപ്പോൾ ഈ സൈനന് വൈകിട്ട് പരിപാടി ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ പുറത്ത് നിൽക്കായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത്ര നീറ്റായിട്ട് ക്ലീനാക്കി വെക്കുന്നൊരു ആളാണ് റൂം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ മേക്കപ്പ് റൂമിൽ ഇത് പോകാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓണമാണേ. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ഷൂട്ടിൽ വല്ലതും ചെയ്താണോ എന്താണെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് ഇതിന് തേപ്പൊട്ടി എടുത്തിട്ട് ഈ നനഞ്ഞ ഷഡ്ഡി തേക്കാണ്. ദോശ ചുടണ പോലെ പുകയാ. ഇതെന്ന് പറഞ്ഞാൽ ഈ മോഹൻചേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കണ്ടും തള്ളിയിട്ടാണ്. ഇത് എന്താണ് പോകാന്ന് നോക്കിയപ്പോൾ പുള്ളി ഇങ്ങനെ സംഭവം. പുള്ളി പറഞ്ഞു, ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു യേശുദാസിൻ്റെ ജുബ്ബ തേക്കാണ്. അതായത് അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ്റെ പ്രോഗ്രാമാണ്, ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ സലീം കുമാർ ഇവനെ ഇങ്ങോട്ട് വിളിച്ചു. സലീം കുമാർ പറഞ്ഞിട്ട് നമ്മുടെ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കണം. അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ പട്ടളച്ചിട്ടാണ്. നീ എന്ത് തെണ്ടിത്തരോടെ കാണിച്ചത് സൈനൻ? ഞാൻ എന്ത് ചെയ്ത്? അവനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടെന്നല്ല. നീ എന്താ ചെയ്തതെന്ന് മനസ്സിലായ? ദാസേട്ടൻ്റെ ഒക്കെ ജുബ്ബ തേക്കണ തേപ്പൊട്ടി കൊണ്ട് നിന്റെ ഷഡ്ഡി തേച്ച് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അപ്പോൾ പറഞ്ഞു, ഈ ഓണത്തിനിടക്ക് എന്തിനാണ് ഈ പുട്ട് കച്ചവടം നടത്തിയതെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ കണ്ണ് നിറഞ്ഞ ദേഷ്യം അങ്ങോട്ട് കയറിയിട്ടാണ്. കാരണം ഏഷ്യാനെറ്റ് മൊത്തം അറിയില്ല, സലീം കുമാറിൻ്റെ ടീം വന്നിട്ട് ഇവിടെ ഷഡ്ഡി തേച്ചെന്ന് പറയും.